അതായത് 3-1 നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും ഫാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു സ്ക്രൂ ഡ്രൈവറോ വല്ല ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിന്ന് പൊക്കി പിടിച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കറങ്ങും. ഈ വരെ നേരെ ഇവിടുത്തെ ബ്ലാക്ക് ടെർമിനലിലോട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, ഒരു ബസർ സൗണ്ട് വന്നു. ഓക്കെ, ഇത് റണ്ണിങ് ആണ്, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സീലിംഗ് ഫാനിലേക്ക് കാണുന്നത് ഈ ഒരു സീലിംഗ് ഫാൻ നമ്മൾ ഇന്നൊരു BLDC ടെക്നോളജിയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുകയാണ്. BLDC എന്താണെന്ന് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്തൊക്കെയാണ്, ഇതൊരു സാധാരണക്കാരുടെ വീട്ടിൽ ചെയ്താൽ എന്തൊക്കെ ഉപയോഗം കിട്ടും എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണുന്ന നോർമൽ സീലിംഗ് ഫാനാണ്, AC അതായത് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സീലിംഗ് ഫാൻ. അപ്പോൾ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊന്നെങ്കിൽ നമ്മൾ നിലവിൽ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു ഫാൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്ക്രാപ്പ് ഷോപ്പിൽ ഈ ഒരു കേസ് മാത്രം നമുക്ക് എടുക്കാം. നമുക്ക് ഇതിൻ്റെ കേസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഇത് ഊരിയെടുക്കണം, ഈ ഒരു ഫാനെ പറ്റി ഇത് ഡിറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വയേഴ്സുകളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തേക്കുക, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൻ്റെ ആ ഒരു ഇത് ഓഫ് ചെയ്യുക. ഇനി ഇൻവേർട്ടർ ഉള്ള ഇതാണെങ്കിൽ ഇൻവേർട്ടറോട് ഓഫ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഇത് അഴിക്കാൻ ശ്രമിക്കുകയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്, നമ്മൾ ഈ ഒരു സ്വിച്ച് ഡയറക്റ്റ് ഓഫ് ചെയ്തിട്ടാണ് നമുക്ക് പറയാനുള്ളത്, അത് നമ്മൾ മൊത്തം ഓഫ് ചെയ്യുന്നില്ല. നമുക്ക് ഇതൊന്ന് ഊരിയെടുക്കണം ആദ്യമായിട്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, രണ്ട് വയറുകൾ ഈ ഒരു കണക്ടറിൻ്റെ സൈഡിലായിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഒരു ലൈനിൽ നിന്ന് വരുന്ന ആ ഒരു ഐറ്റം വരുന്നത്, ആ ഒരു 2 വയറുകൾ. അപ്പോൾ അത് ആദ്യം റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ടെസ്റ്ററോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ വെച്ചിട്ട് ആ ഒരു 2 വയറുകൾ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു നട്ടെങ്ങാനും ഈ ഒരു ബോൾട്ട് അഴിഞ്ഞാൽ താഴെ വീഴാതിരിക്കാനുള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ അത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇവിടെ ഈ ഒരു നട്ടുണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഇനിയിപ്പം നമുക്ക് ഊരുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഇതിപ്പോൾ എല്ലാം ആ ഒരു കട്ടിയെല്ലാം വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിയിലൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം, കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇച്ചിരി ഒന്ന് പൊക്കിയിട്ട് ഈ ഒരു ബോൾട്ട് ഊരി എടുത്താൽ താഴോട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ഫാൻ അഴിക്കുന്ന രീതി. ഇത് നോക്കി അറിയാം, മൊത്തം പൊടിയാണ്. അപ്പോൾ നമ്മുടെ പുറത്തുനിന്നുള്ള ജനലിൽ നിന്നുള്ള പൊടിയെല്ലാം വലിച്ചെടുത്താണ് നമുക്ക് ഈ ഒരു ഇതിലോട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അത്യാവശ്യം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പോർഷനൊന്നും ആവശ്യമില്ല, അപ്പോൾ നമ്മൾ അതാദ്യം അഴിച്ചു മാറ്റണം. അപ്പം അതിലോട്ടുള്ള വയേഴ്സാണ് നമുക്ക് ആദ്യം അഴിക്കാനുള്ളത്. ഈ ഒരു കണക്ടറിൽ നിന്ന് അതൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്താൽ ഇത് മാറും. ഇത് നമ്മുടെ കോയിലിൽ നിന്ന് വരുന്ന വയറുകളാണ്, 3 വയറുകളാണ് കോയിലിൽ നിന്ന് വരുന്നത്. നമ്മളത് ഊരിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്രൂ കാണും ഈ കപ്പാസിറ്ററിന് നടുക്കായിട്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഊരിയെടുക്കാനുണ്ട്. ഈ സ്ക്രൂ ഒന്ന് കളയാതെ സൂക്ഷിച്ച് വെച്ചാണ്, കാരണം നമുക്ക് ആ ഒരു കിറ്റ് വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇത് വെക്കാനുള്ളതാണ്. ഇതൊന്ന് മാറ്റി വെച്ചേക്കുന്നതാണ്. നമ്മൾ കപ്പാസിറ്റർ ഊരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനിയിപ്പോൾ ഈ ഒരു ലീഫുകൾ അഴിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇച്ചിരി വലിയ സ്കൂട്ടറാണെങ്കിൽ ലീഫ് അഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ലീഫെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 3 സ്ക്രൂകളുണ്ടാവും. ആ 3 സ്ക്രൂ നമുക്കിനിയിപ്പം ഒന്ന് അഴിച്ചെടുക്കണം. നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് പോരുന്നതാണ്. അപ്പം നമ്മളിപ്പം 2 തട്ടൊക്കെ കൊടുത്താൽ അത് ഊരി വരും. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തിക്കിയാൽ മതി. ഓക്കെ, ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതാണ് പഴയ ഒരു വൈൻഡിങ് വരുന്നത് കേട്ടോ, റോട്ടറൊക്കെ വരുന്നത്. ഇത് സ്റ്റേപ്പർ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു റൗണ്ട് റിങ്ങാണ്. അപ്പോൾ സാധാരണ AC ഫാനിലൊക്കെ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു കോയിലുള്ളിൽ വരുന്നത് കൊണ്ട് ഇത് ടെമ്പററി മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ AC ഫാൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് AC ഫാൻ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന DC ഫാനിൽ ഈ ഒരു പകരം ഒരു പെർമനൻറ്റ് മാഗ്നറ്റായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എനർജി ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇരുമ്പിലേക്ക് തട്ടണ്ട, അല്ലാതെ കുറച്ച് തട്ടിക്കഴിഞ്ഞാൽ ഇത് ഊരി വരും. ഓക്കെ, ഇളകി പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഊരി എടുക്കാൻ വേണ്ടി ഈ വയറ് നേരെ നടുക്കൂടാക്കി വെക്കണം. എന്നിട്ട് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഇത് ഊരി വരും. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ആവശ്യമില്ല, നമ്മുടെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു വൈൻഡിങ് ആവശ്യമില്ല. നമുക്ക് ആകെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ആ ലീഫ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടുത്തെ ഞാൻ കാണിച്ചല്ലോ, റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫാനിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ക്രാപ്പിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം ഒരു 200 രൂപ 150 രൂപ 200 രൂപ റേഞ്ചിൽ ഈ ഒരു ഭാഗം
ഇത്ര മാത്രം നമുക്ക് കിട്ടും. അലൂമിനിയം കേസിൻ്റെ അലൂമിനിയത്തിൻ്റെ സ്ക്രാപ്പ് റേറ്റ് മാത്രം കൊടുത്താൽ മതി. ഈ ഒരു ഫാൻ ഇപ്പോൾ എന്തിനാണ് ഇത് വെറുതെ അഴിച്ച് കളഞ്ഞിട്ട് വേറെ രീതിയിൽ ചെയ്യുന്നതെന്ന് പലരും ആലോചിക്കുന്നുണ്ടോ? അപ്പം അറിയാവുന്നവരും ഉണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ BLDC എന്ന് പറഞ്ഞ ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു കൺവേർഷനാണ് ഇത് ചെയ്യുന്നത്. നോർമൽ ഈ ഒരു സീലിംഗ് ഫാൻ, AC വർക്ക് ചെയ്യുന്ന സീലിംഗ് ഫാൻ എടുക്കുന്ന പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 70 തൊട്ട് 80 വാട്ട്സ് എടുക്കും ഒരു മണിക്കൂറിൽ കറങ്ങാൻ വേണ്ടി. നമ്മളിപ്പോൾ BLDC എന്ന് പറയുന്ന ഈ ടെക്നോളജിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 തൊട്ട് 30 ആ ഒരു വാട്ട്സിലേ ഉള്ളൂ കറണ്ട് കൺസപ്ഷൻ എടുക്കത്തുള്ളൂ. അപ്പം അതായത് 3-1 നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും ഫാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവേർട്ടർ ഉപയോഗിക്കുന്ന വീടുകളിലാണെങ്കിൽ പലരും അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും ഇൻവേർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു രാത്രിയൊക്കെ ഉള്ളൂ പലപ്പോഴും കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഫാനുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളെ ഇപ്പം ഒരു 8 മണിക്കൂർ കിട്ടുന്ന ബാക്കപ്പ് നേരെ 3 ഇരട്ടിയായിട്ട് നമുക്ക് 24 മണിക്കൂർ അടുത്ത് നമുക്ക് ഇതിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും. അതും കൂടെ ഒരു മെയിൻ ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ചൂടും കുറവായിരിക്കും. ഈ ഒരു ഫാൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് കുറവായിരിക്കും. ഇത് അങ്ങനെ ചൂട് പിടിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല ഇത് നമ്മൾ വെക്കുന്നത്. ഇതാണ് നമ്മൾ BLDC കൺവേർഷൻ കിറ്റ് വരുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ കോയിൽ വരുന്നത്. ഇതാണ് കോയിൽ വരുന്നത്. ഇത് DC-യുടെ വൈൻഡിങ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 12 വോൾട്ടിൽ കറങ്ങാനും അതുപോലെ 200 വോൾട്ടിൽ കറങ്ങുന്ന വൈൻഡിങ് ആണ് ഇതിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ് വരുന്നത്. ഇത് നോക്കിയറിയാം, ഇതുണ്ട്, ഇത് മാഗ്നറ്റാണ്. മറ്റേതിൽ നമ്മൾ ഒരു റിങ് നമ്മൾ ടെമ്പററി മാഗ്നറ്റായിട്ട് കൺവേർട്ട് ചെയ്താണ് AC ഫാൻ വർക്ക് ചെയ്യുന്നത്. ഇത് പെർമനൻറ്റ് മാഗ്നറ്റാണ് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇത് അതിൻ്റെ നമ്മുടെ കനോപ്പി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇത് കവറിങ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള കനോപ്പി വരുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു റിമോട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് റിമോട്ടാണ് വരുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സ്പീഡ് ഫങ്ഷൻസ് ഉണ്ട്. ഇത് റെഗുലേറ്റർ വെച്ചല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്പീഡ് റെഗുലേറ്റർ ഉണ്ട്. 1 2 3 4 5 6 കഴിഞ്ഞിട്ട് ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് 7ാമത്തെ സ്പീഡിലോട്ടാണ് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ടൈമറിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇത്. ഇപ്പോൾ നമ്മൾ ഓണാക്കി 1H ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ മാത്രമേ കറക്റ്റ് ഫാൻ വർക്ക് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ ഓഫ് ആവും. പിന്നെ 2H അങ്ങനെ നമുക്ക് 8 മണിക്കൂർ വരെ നമുക്ക് ഇതിൽ ടൈമർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഫാനിലും ഒരുപാട് സ്പീഡ് കൂടുതലായിരിക്കും. നോർമൽ ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 300 RPM, അതായത് റൊട്ടേഷൻ പെർ മിനിറ്റ് 300 വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 420 തൊട്ട് 450 റൊട്ടേഷൻ വരെ ഒറ്റ മിനിറ്റ് കിട്ടും. അപ്പോൾ ഹൈ സ്പീഡായിരിക്കും വരുന്നത്. കൊതുകുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ഫാൻ വഴി. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു മദർ ബോർഡ് വരുന്നത്. ഇതൊരു മദർ ബോർഡ് ഇനേബിൾഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ 220 വോൾട്ട് AC, അതായത് നമ്മൾ ഡയറക്റ്റ് കറണ്ടായി കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതുണ്ട് 12 വോൾട്ട് DC. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഇതിലുണ്ട്. നമുക്ക് ബാറ്ററി, ചെറിയൊരു ബൈക്കിൻ്റെ കാറിൻ്റെ ബാറ്ററി വെച്ച് നമുക്കിത് കറക്കാം. അതുപോലെ തന്നെ കറണ്ടിലും നമുക്കിത് കറക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു കവറാണ് ഈ കാണുന്നത്. ഇങ്ങനെ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ നമുക്കിനി നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മുടെ ഈ ഒരു ബോഡിയുടെ മുകൾ ഭാഗം, അതായത് അപ്പർ ബോഡിയിൽ നമുക്കിത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നമുക്ക് ഒന്നെങ്കിൽ പേപ്പർ പിടിച്ച് കളയാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഫയൽ വെച്ചിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി കട്ടിങ് മെഷീൻ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്യാനൊന്നും ഇല്ല, ശരിക്കും ഗ്രൈൻഡിങ്ങിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സാൻഡ് പേപ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ അരം വെച്ചിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച സാധനം നമ്മൾ ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ വൈൻഡിങ് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കണം, ഒന്ന് കറക്കി നോക്കണം. അപ്പം ഇങ്ങനെ കറക്കിയിട്ട് ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ചെറിയൊരു നേരെ നമ്മളിത് അടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു റബ്ബർ പോർഷൻ വെച്ചിട്ടേ ഉള്ളൂ ഇത് അടിക്കാൻ പറ്റത്തുള്ളൂ. റബ്ബറിന് ചുറ്റിക്കുണ്ടെങ്കിൽ റബ്ബറിന് ചുറ്റി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അലൈൻമെൻറ്റ് ഓക്കെ ആട്ടോ. ഇത് കണ്ടോ, ഫ്രീ ആയിട്ട് ഇറങ്ങുന്നത്. നമ്മൾ ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയത്. ഇതുണ്ടോ, എവിടെയും തട്ടരുത്. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. കട്ടിങ് അതിലെ ഗ്രൈൻഡിങ് റെഡി ആണെങ്കിൽ നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇനിയിപ്പോൾ വെക്കുമ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു കോയിലിൻ്റെ ഭാഗം ഈ ഒരു മാഗ്നറ്റിൻ്റെ ലെവലിന് താഴെ നിൽക്കുന്നത്. അങ്ങനെ വേണം നമുക്ക് ചെയ്യാം, എന്നാലേ ഉള്ളൂ ഫുൾ സ്പീഡിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊരിക്കലും മുകളിലോട്ട് വന്ന് നിൽക്കരുത്. അപ്പം ഇത് ജസ്റ്റ് റബ്ബറിൻ്റെ ചുറ്റിയോ വെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും റബ്ബറിൻ്റെയോ ഒരു തടിയുടെയോ ഇതിലൊരു പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റി അടിച്ചിട്ട് നമുക്ക് ഇതിങ്ങോട്ട് കയറ്റാം. വൈൻഡിങ്ങിലൊന്നും ടച്ച് ആവാത്ത രീതിയിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഫെവിക്വിക്കോ അല്ലെ ഫ്ലെക്സ് ക്വിക്കോ എടുത്തിട്ട് ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് നൈസായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇതിൻ്റെ പുറത്തെ കവറിങ് വരുമ്പോൾ ഇതൊരിക്കലും അനങ്ങുകയില്ല, അത്രയും ടൈറ്റ് ആയിക്കോളും കേട്ടോ. ഇപ്പം നിങ്ങളിപ്പോൾ കട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റി ഇപ്പം ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തടി കഷ്ണം വല്ല ഇടയ്ക്കിട്ടിട്ട് നമുക്കിത് ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ആ ഒരു ഊരി വെച്ച കവർ അതിൻ്റെ ബോട്ടം പോർഷൻസ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെ ഒരു ഹോൾ മാച്ച് ചെയ്യണം. അതായത് നമ്മൾ ആദ്യം അഴിച്ചെടുത്ത ആ വലിയ ഹോളുകളുണ്ടല്ലോ, അത് താഴത്തെ ഹോളുമായിട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഫിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു 3 ബോഡിയിൽ വരുന്ന ആ ഒരു 3 സ്ക്രൂ സെറ്റ് ചെയ്ത് വെക്കാം.
നമ്മുടെ പഴയ ആ ഒരു ഫാനിൻ്റെ ആ ഒരു റിങ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമുണ്ട്. കാരണം ആദ്യം ആടത്തില്ല. ആദ്യം തന്നെ ഫുൾ ടൈറ്റ് കൊടുക്കാതിരിക്കുക കേട്ടോ. ഒരു വശം ടൈറ്റ് ചെയ്തിട്ട് മൂന്നുകൂടെ ഒരേ സമയത്ത് മാത്രം ടൈറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഫിക്സ് ആയിട്ട് ഇനിയിപ്പം ഇതുണ്ടോ ഫ്രീ ആയിട്ട് ഇറങ്ങുന്നുള്ളത്. ഫാൻ പഴയതെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ള ബോഡി എടുക്കാതിരിക്കുക. അതായത് ഒരുപാട് 10 കൊല്ലത്തിന് മുമ്പുള്ള ഫാനുകളൊക്കെ ആണെങ്കിൽ ഇരുമ്പിൻ്റെ ഫാനായിരിക്കും, നല്ല വെയിറ്റ് ഉണ്ടാവും. ഒരു 5 കിലോയ്ക്ക് മുകളിലുള്ള ഫാൻ ഒരിക്കലും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. കാരണം ആ ഒരു മദർ ബോർഡും അതുപോലെ തന്നെ ഈ ഒരു വൈൻഡിങ് ഒക്കെ കത്താൻ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അലൂമിനിയം ബോഡി മാക്സിമം യൂസ് ചെയ്യുക. പുതിയ ടൈപ്പ് ഫാനുകളെല്ലാം ഒരു 90% അലൂമിനിയം കേസസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് കുറവായിരിക്കും. അപ്പം 1.5 കിലോയ്ക്ക് താഴെയൊക്കെ വെയിറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല എഫിഷ്യൻസി ഉണ്ടാവും, കാറ്റ് അതുപോലെ തന്നെ കിട്ടും. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കറക്കി നോക്കണം. പഴയ ഫാൻ എടുത്ത് കറക്കും എന്തെങ്കിലും സൗണ്ടോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ബെയറിങ് ഊരിയെടുക്കാൻ വേണ്ടി പുള്ളറുണ്ടെങ്കിൽ നമുക്കത് വെച്ച് റിപ്പയർ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഫാൻ സ്ക്രാപ്പിൽ നിന്ന് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം സാധാരണക്കാരിൽ ആരെങ്കിലും ബെയറിങ് പുള്ളറൊന്നും ഉണ്ടാവില്ല. ഒരു കിറ്റ് വരുന്ന കേസ് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതിനകത്താണ് നമ്മൾ മദർ ബോർഡ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറ്റുക. എന്നിട്ട് നേരത്തെ കപ്പാസിറ്ററിനൊരു ഹോള് ഓൾറെഡി ഉണ്ടാവും. കപ്പാസിറ്ററിൻ്റെ ആ ഒരു സ്ക്രൂ ഇടുന്ന ആ ഒരു ഹോളിലേക്ക് നമുക്ക് ഈ ഒരു സ്ക്രൂ നമുക്ക് ഇട്ട് മുറുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു ബോർഡ് സെറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു മദർ ബോർഡ് വെക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വയറ് നടുക്കൂടെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഇതുണ്ട്, ഈ ഒരു ക്ലിപ്പ് നേരെ ഇങ്ങോട്ട് വെക്കുക. ഇത് സൈഡിൽ കൂടെ ഇടണം കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഈ വയറുകൾ ഇടണം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 4 വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ 12 വോൾട്ട് DC, ഇത് ബാറ്ററി കണക്ട് ചെയ്യുന്ന ടെർമിനലും ഇത് ഡയറക്റ്റ് നമ്മൾ ഇലക്ട്രിസിറ്റി 220 വോൾട്ട് കണക്ട് ചെയ്യുന്ന ടെർമിനൽ. ഇതൊരിക്കലും ഇവിടെ കയറി 12 വോൾട്ട് സെക്ഷനിൽ കയറി ഒരിക്കലും നമ്മൾ AC വയർ കണക്ട് ചെയ്യരുത്. ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഈ ഒരു വയർ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ സോളാർ വയറിങ് DC വയറിങ് ചെയ്ത വീടുകളിലാണെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈക്കിൻ്റെ ബാറ്ററി ജസ്റ്റ് ഇത് ചെക്കിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. നേരെ കറണ്ടേ കണക്ട് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ബൈക്കിൻ്റെ ബാറ്ററി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വയർ ഇച്ചിരി നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്കിത് നമ്മുടെ മോട്ടറിലൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം, ഫാനിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്ററിയിൽ നിന്ന് 2 വയർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിപ്പം മാറിപ്പോയിരിക്കാണ്ട് ഇവർ തന്നെ ഇതിനകത്ത് ഒരു സിമ്പൽ കാണിച്ചിട്ടുണ്ട്. 12 വോൾട്ട് DC പ്ലസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അവിടെ ഒരു സോളാർ പാനലിൻ്റെ ഒരു ഫോട്ടോ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 220 വോൾട്ട് AC അവിടെ ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈനിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവിൽ നിന്നുള്ള വയറാണ് ഈ എടുത്തേക്കുന്നത്. ഈ വയർ നേരെ ഇവിടുത്തെ ബ്ലാക്ക് ടെർമിനലിലോട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പോസിറ്റീവിൽ നിന്ന് വരുന്നതും ഈ ഒരു റെഡിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറോ വല്ല ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതൊന്ന് പൊക്കി പിടിച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് കറങ്ങും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ബസർ സൗണ്ട് വന്നു. ഇത് ഫസ്റ്റ് സെൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് റണ്ണിങ് ആണ്, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തന്നെ ഷട്ട് ഓഫ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ലീഫില്ലെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് ഇത് തന്നെ ഇത് നിന്നു പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇത് ലീഫൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് മുകളിലിട്ടിട്ട് നമുക്കിത് കറക്കി നോക്കാം. ഇതിനുശേഷം നമ്മളിപ്പോൾ നേരത്തെ ചെക്ക് ചെയ്ത് വെച്ചാൽ ഒരു ബാറ്ററിയുടെ ആ ഒരു ടെർമിനലുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇൻസുലേഷൻ ടേപ്പ് ഇട്ടിട്ട് ഈ ഒരു മദർ ബോർഡിൽ കൊള്ളാത്ത രീതിയിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്തിട്ട് ഇവിടെ ഉള്ളിലായിട്ടൊന്ന് ഒതുക്കി വെച്ചാൽ മതി. നമ്മുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലീഫ് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഈ ഒരു കിറ്റ് സെറ്റ് ചെയ്തു, നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരിക്കും നമുക്ക് റെഡിമെയ്ഡ് കിറ്റല്ല, റെഡിമെയ്ഡ് ഫാനായിട്ട് വാങ്ങും കേട്ടോ. അതിൻ്റെ റേറ്റ് വരുമ്പോൾ 4000 രൂപയ്ക്ക് മുകളിൽ വരും. അത്യാവശ്യം ഈ ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു കിറ്റ് ആറ്റംബർഗ് എന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവ് വന്നേക്കുന്നത് വെച്ചാൽ ഈ ഒരു കിറ്റിൻ്റെ വില ഒരു 2000 രൂപ താഴെയുള്ളൂ ഈ ഒരു കിറ്റിൻ്റെ വില വരുന്നുള്ളൂ. അത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് നമ്മുടെ പഴയ ഫാനായിരുന്നുകൊണ്ട് ഇതിന് വേറെ ചിലവ് വന്നിട്ടില്ല. നമുക്കിത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പറയും 4000 രൂപ എടുത്ത് എടുക്കുന്നതിൽ ഇത്ര പണിയേണ്ട കാര്യമില്ലെന്ന്. പക്ഷേ ഇത് ശരിക്കും പണിയല്ല. അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുള്ള ഏതൊരാൾക്കും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോടെ നമുക്കിത് കിട്ടും. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് മെയിനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇതുപോലെ താല്പര്യമുണ്ട്, അത് ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തേക്ക് ഈ ഒരു കിറ്റ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇത് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. നമ്മൾ വയറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു 220 വോൾട്ട് AC എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ നേരത്തെ ഫാനിൽ നിന്ന് വന്നിരുന്ന ആ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു കപ്പ് ഈ വയറൊക്കെ ഉള്ളിലാക്കിയിട്ട് ഒന്ന് താത്തി വെക്കാം. ഇത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ കനോപ്പിയേ ഉള്ളൂ ഇത് ഫിറ്റ് ആകത്തുള്ളൂ. അപ്പം നമ്മളിത് വെക്കുന്നില്ല. ഈ ഒരു വൈറ്റ് കളറാണ് ഇതിൻ്റെ ഫാനിൻ്റെ കളർ വരുന്നത്. അപ്പം നമുക്കത്
പഴയ കനോപ്പി തന്നെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ലാതെ അടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്പീഡ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഹൈ സ്പീഡാണ് ശരിക്കും ചെയ്തത്. ഇതിൻ്റെ ഒന്ന് കറക്റ്റ് ആക്ച്വൽ സ്പീഡ് നമുക്കൊന്ന് റിമോട്ട് വഴി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാ അതിൻ്റെ റിമോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഓൺ ഓഫിൻ്റെ ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഒരു ടീ എന്ന് പറഞ്ഞ സൗണ്ടിൽ ഓൺ ആവും. അപ്പോൾ നമ്മളിപ്പോൾ 1 സ്പീഡിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. 2 ഇടുമ്പോൾ 2 വട്ടം ഒരു ബസർ ഇങ്ങനെ സൗണ്ട് ഉണ്ടാകും. ഇപ്പോൾ 3 സ്പീഡിലാണ് വരുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, നല്ല പിടിച്ചാൽ കിട്ടാത്ത സ്പീഡിലാണ് ഓടുന്നത്. ഇപ്പോൾ 4th വരുമ്പോൾ ഇത്, അതുപോലെ തന്നെ 5th വരുമ്പോൾ ഇതാണ് 5th സ്പീഡ് വരുന്നത്. ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല, റിസ്ക്കാണ്. 6th വരുമ്പോൾ ഇതാണ് വരുന്നത്. ഇതിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കലും AC ഫാനിൽ ഇത്രയും സ്പീഡ് ഇല്ല. ശരിക്കും ഇതിൻ്റെ പകുതി സ്പീഡിൽ പോലെ AC ഫാൻ കറങ്ങുന്നില്ല. ഇനി ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഫുൾ സ്പീഡിലോട്ട് നമുക്ക് ഇട്ട് നോക്കാം. ഭയങ്കര കാറ്റാട്ടോ. നമുക്ക് ഇതിൽ ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാരണം ഇത്രയും സ്പീഡിൽ കറങ്ങുന്നൊരു ഇത് അത് ഈ ക്യാമറ ക്യാപ്ചർ ആകുമ്പോൾ ഇത്രയും സ്പീഡ് ഉണ്ടാവാൻ തോന്നുന്നില്ല. ഇത് പിടിച്ചാൽ കിട്ടാത്ത സ്പീഡിലാണ് കറങ്ങുന്നത്. നല്ല ഹൈ സ്പീഡിലാണ് കേട്ടോ ഇറങ്ങുന്നത്. നമുക്കിപ്പോൾ ഇത് ഇത്രയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു 4ലോ എല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കൊതുകോ അല്ലെങ്കിൽ അതുപോലെ ചൂടുള്ള സമയത്തോ നമുക്ക് ഫുൾ സ്പീഡിലോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഈ സിസ്റ്റം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മെയിനായിട്ട് ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലെ വയറിങ്ങിൽ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ നോർമൽ റെഗുലേറ്റർ വരുമല്ലോ, നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള റെഗുലേറ്റർ, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഡയറക്റ്റ് കൊടുക്കണം. റെഗുലേറ്റർ ഇല്ലാതെ മാത്രമേ ഉള്ളൂ ഈ ഒരു BLDC ഫാൻ. അത് ഇത് മാത്രമല്ല, നമ്മൾ നോർമലി വാങ്ങുന്ന റെഡി ടു കിറ്റായിട്ടുള്ള BLDC ഫാനാണെങ്കിൽ അതിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ആണ് റെഗുലേറ്റർ വഴി കുറഞ്ഞു വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ് റിമോട്ട് വരുന്നുണ്ട്. ഇതിലാണ് നമ്മുടെ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ റെഗുലേറ്റർ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. BLDCയിൽ 2 ടൈപ്പ് റിമോട്ടിലാണ് പൊതുവെ ഉപയോഗിക്കാറ്. ഒന്നെന്ന് പറഞ്ഞാൽ IR എന്ന് പറഞ്ഞ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞ ഒരു റിമോട്ടും, അതുപോലെ തന്നെ RF അതായത് റേഡിയോ ഫ്രീക്വൻസി വഴി വർക്ക് ചെയ്യുന്ന റിമോട്ടും. അങ്ങനെ 2 റിമോട്ടുകളാണ് പൊതുവെ ഉള്ളത്. നമ്മളിപ്പോൾ എടുത്തേക്കെന്ന് വെച്ചാൽ RF എന്ന് പറഞ്ഞൊരു റിമോട്ടാണ്, റേഡിയോ ഫ്രീക്വൻസിയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ പോയിരുന്ന് മാത്രമേ അല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഹാളിൽ ഇരുന്നാണെങ്കിലും അടുത്ത റൂമിൽ ഇരുന്നാണെങ്കിലും ക്ലിക്ക് ചെയ്ത് ഈ റിമോട്ട് വഴി നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന് നല്ലൊരു റേഞ്ച് ഉണ്ട്. ഒരു 10-20 മീറ്ററിനടുത്ത് ഇതിന് റേഞ്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീച്ചറോട് ഈ ഒരു കിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് ആർക്കെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കിറ്റ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഇൻവേർട്ടർ ലൈഫ് കൂട്ടാം, ഇൻവേർട്ടറിൻ്റെ ബാറ്ററി ലൈഫ് കൂട്ടാം. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു വിലയേറെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഗുഡ് ബൈ.